കിളിമാനൂർ വെള്ളല്ലൂർ ഊന്നങ്കല്ല് എന്ന സ്ഥലത്ത് ഒരു വയലിൽ വേടൻ്റെ പ്രോഗ്രാം ഈ ഇടയ്ക്കുണ്ടായിരുന്നു. പുല്ല് നിറഞ്ഞ് നിൽക്കണ വയൽ, അവിടെ നമുക്ക് കണ്ടാൽ തോന്നും ഞാറ് നട്ട് ഇട്ടിരിക്കുകയാണെന്ന്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന്, വേടനാണ് വരണതെന്ന് അറിഞ്ഞുകൊണ്ട് ജനങ്ങളായ ജനങ്ങൾ 1.5 ലക്ഷത്തിന് പുറത്ത് ജനങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വരികയും കണ്ടമാനം ജനമായിരുന്നു. 1.5 ലക്ഷത്തോളം മുകളിലാണെന്നാണ് പറയുന്നത് ജനങ്ങൾ ഈ വയലിൽ വന്ന് തമ്പടിച്ച് കിടന്ന്. തലേ ദിവസമേ വെളുപ്പാങ്കാലവും ആളുകൾ തിന്നാതെ കുടിക്കാതെ വന്ന് കിടന്ന്. ഇപ്പോൾ ഉച്ച ആയപ്പോൾ വേടൻ വന്ന് സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ വന്ന് നിന്ന് 2-3 പാട്ടൊക്കെ പാടിയതിന് ശേഷം വേടൻ അങ്ങ് പോയി. അപ്പോഴും അവിടെ ഒരു പയ്യന് ഷോക്കേറ്റ് മരിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യണതിനിടയിൽ വെള്ളത്തിലാണ് വയറ് ഘടിപ്പിച്ചിട്ടിരിക്കണത്, വെള്ളത്തിൽ കൂടെയാണ് പോയിരിക്കണ വയറ്. അതിന് ശേഷം ഈ സംഘാടകരെല്ലാവരും ഇത് മൂടി വെച്ചു. പിന്നെ വേടനെ അറിയിക്കണത് തന്നെ എപ്പോഴെങ്കിലുമാണ് അറിയിച്ചത്. ജനങ്ങൾ ആരെ അറിയിച്ചില്ല. തലേ ദിവസമേ വന്നു കിടന്ന ജനങ്ങളുണ്ടായിരുന്നു, അവരാരെയും ഇത് അറിയിച്ചില്ല. രാത്രിയായപ്പോൾ പ്രോഗ്രാം കാണാനായിട്ട് ആ ജനങ്ങളെല്ലാം അങ്ങ് തിങ്ങിക്കൂടി. അവിടെ അടിയായി, വഴക്കായി, കല്ലേറായി. വേടൻ വന്നില്ല. വേടൻ അതിന് ഇത്തിരി മുമ്പേണ് അവിടെ അറിയിച്ചെന്ന് വരാൻ പറ്റൂല, ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഷോയിൽ എല്ലാം സെറ്റ് ചെയ്ത ഒരു ചേട്ടൻ മരണപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല. നല്ല കാര്യം വേടൻ സംഘാടകരെടുത്ത് അറിയിച്ചതിന്. പക്ഷെ സംഘാടകരത് മറച്ചു വെച്ചു. ഇതാണ് അവിടെ നടന്നത്. സംഘാടകർ വിചാരിച്ചെന്തോന്നാണ് അറിയാതെ മരിച്ചോരങ്ങ് പോയി. അപ്പം ഇനി നമുക്ക് ഈ പ്രോഗ്രാം അങ്ങ് നടത്താം, ജനങ്ങൾ വന്ന് കൂടി കിടക്കുകയല്ലേ. അപ്പം വേടൻ മാന്യായ രീതിക്ക് വരാൻ പറ്റില്ല. ലാസ്റ്റ് പറഞ്ഞ് ഇവർ മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ വരില്ല. എന്നിട്ടും ജനങ്ങളടുത്ത് പറയുന്നില്ല ഇന്ന ആൾ മരിച്ച് എന്ന്. അവരൊന്നും അറിയണില്ല. ഇത് ഇവർ മൂടി വെച്ചതിൻ്റെ പേരിൽ അതവിടെ സംഭവിച്ചു. എന്നിട്ട് ഈ മരിച്ച പയ്യൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞുങ്ങൾ, ഒരു ചാനലുകാർ ആരും പോയില്ല. എല്ലാവരും വന്നിട്ട് ആ വയൽ മൊത്തം ഫുള്ള് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെയുള്ളവരായി സംഘാടകരിലുള്ളവരായിരിക്കാം. അതിനുശേഷം പറഞ്ഞ് നമുക്ക് ഇത്രയും നാശനഷ്ടങ്ങളുണ്ടായി, ഇതാ കണ്ട അവിടെ മൊത്തം ചെളിയാണ്, എത്രയോ ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി എന്നൊക്കെ അവർ വന്ന് നിന്നുകൊണ്ട് പറയുന്നു. ഈ നാശനഷ്ടങ്ങൾ നിങ്ങളുണ്ടായി എന്ന് പറയണം. ഈ പയ്യനുണ്ടല്ലോ, ഈ മരിച്ച പയ്യന് നിങ്ങൾ എന്ത് കൊടുത്തു? ഒരു പയ്യൻ മരിച്ചു, എന്നിട്ട് നിങ്ങളത് മൂടി വെച്ചിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം നടത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. മരിച്ചവനങ്ങ് പോട്ടെ, അവിടെ വെച്ചിട്ടാണ് അത് മരിക്കണത്. നിങ്ങൾ ആ ഷോയിൽ വേണ്ടി ഇത് സെറ്റ് ചെയ്യാൻ വന്നിട്ടാണ് ആ പയ്യൻ മരിക്കണത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. എന്നിട്ട് പോലും നിങ്ങൾ ആ പ്രോഗ്രാം നടത്തണം, വേടൻ്റെ പാട്ട് മാത്രം മതി, പാട്ടും സംഗീതമായിട്ട് പോട്ട് എന്ന് വിചാരിച്ചും കൊണ്ട് നിങ്ങളതെന്തോന്ന് ചെയ്ത് അത് മറച്ച് വെച്ചിട്ട് പരിപാടി നടത്തായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ സാധനങ്ങളൊക്കെ നശിച്ചു, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മരിച്ച പയ്യൻ്റെ വീട്ടിൽ ഒരു മീഡിയക്കാരും പോയില്ല. ഞാൻ കണ്ട ഒരു മീഡിയ മാത്രമേ ഉള്ളൂ, വിസ്മയ ന്യൂസ് മാത്രം പോയി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങൾ എന്താണെന്ന് തിരക്കുന്നുണ്ട്. അപ്പം അവർക്ക് വന്ന നാശനഷ്ടങ്ങൾ എന്തുകൊണ്ട് അത് പറയണില്ല? നിങ്ങളെ കമ്പിയും തൂണും പോയി അതിലോട്ട് ചെളി വീണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. വേടൻ ചെയ്തത് നല്ല കാര്യമാണ്, വേടൻ പാടാത്തത് നല്ല കാര്യം. അത് ജനങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. അന്ന് അവിടെ കൂടിയ ജനങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവരതങ്ങനെ അന്ന് കല്ലേറും ചെളിയേറും ഒക്കെ നടത്തിയത്. അത് ആ സംഘാടകരെ കുഴപ്പമാണ്, അവിടെ ഈ നടത്തിപ്പുകാരെ കുഴപ്പം വരുന്നത്. അവിടെ നിങ്ങളത് പറയാതെ ഒളിച്ചു വെച്ചിട്ട് പ്രോഗ്രാം നടത്താം എന്ന് വിചാരിച്ച്. അപ്പോൾ വിസ്മയ ന്യൂസ് പോവുകയും അവർ ആ വീട്ടിൽ ആ മരിച്ച പയ്യൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്തു. വല്ലാത്തൊരു കഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും ഈ സംഘാടകരെ, നിങ്ങൾ ഈ പ്രോഗ്രാം നടത്താനിരുന്ന നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചു അവിടെയും കണ്ട് കയറി ചെന്നെന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ നഷ്ടപരിഹാരം അവർക്കാണ് കൊടുക്കാനുള്ളത്. നിങ്ങളാണ് ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് ഈ വയലിനകത്ത് ഈ ചെളിയിൽ കൊണ്ടിട്ട് പ്രോഗ്രാം നടത്താനായിട്ടിരുന്നത്. ആലോചിക്കണ്ടായിരുന്ന ഇതിനു മുമ്പ് ആലോചിക്കണമായിരുന്നു ഇതെങ്ങനെയാണ് ഇവിടെ വെച്ച് നടത്തിയാൽ പറ്റൂല. അത്രയും പ്രമുഖനായിട്ടുള്ള ഗായകൻ വരെയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് വേടൻ എന്ന് പറയണ. അപ്പോഴും ജനങ്ങൾ ഇരച്ച് കയറേ ഉള്ളൂ. 1.5-2 ലക്ഷത്തോളം ജനങ്ങൾ വന്ന് കിടന്നെന്ന് പറയുമ്പോൾ ചില്ലറ കളിയാ. ഒരു സുരക്ഷ ഇല്ലാതെയാണ് വേടൻ അവിടെ. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ വന്ന് കയറിയിരുന്നെങ്കിൽ ആളുകൾ
വേടനെയും കല്ലെറിഞ്ഞു കൊന്നനെ. അതുപോലെ അപ്പോഴെങ്കിലും പറയാതിരുന്ന് വേടം വന്ന് കയറിയിരുന്നെങ്കിൽ അവിടെ എല്ലെണ്ണവും ചെളിയിലകത്ത് പൂന്തിയനെ. അതാ ചെരുപ്പുകൾ കിടക്കണ അണ്ണൻ, ചെരുപ്പുകൾ കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ചെളികളങ്ങ് ഇനി അതിലോട്ട് ഞാറ് നട്ടു കൊടുത്താൽ മതി. ആ കണക്കിന് മൈതാനമാക്കി പൂട്ടി എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ മൈതാനം ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴീ വിസ്മയ ന്യൂസ് അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഒന്നായിരിക്കില്ല, ഒരുപാട് മരണം നടന്നേനെ. വേടന്റെ സമയോചിതമായ ഒരു പ്രവൃത്തി മൂലമാണ് ഒരുപക്ഷെ മരണങ്ങളുടെ എണ്ണം കുറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മരിച്ച ലിജുവിന്റെ വീട്ടിലാണ്. നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വയറും വൈദ്യുതിയും വലിച്ചിട്ട് 1 ലക്ഷത്തോളം ആൾക്കാരെയും വിളിച്ച് കയറ്റിയിട്ട് ഒരു പക്ഷേ ആ പരിപാടി നടന്നിരുന്നുവെങ്കിൽ മരണം ഒന്നായിരിക്കില്ല, ഒരുപാട് മരണം നടന്നേനെ. വേടന്റെ സമയോചിതമായ ഒരു പ്രവൃത്തി മൂലമാണ് ഒരുപക്ഷെ മരണങ്ങളുടെ എണ്ണം കുറഞ്ഞത്. ഒരു മരണമല്ല, ആ വേടന്റെ തീരുമാനം. അതെ ഈ ഇങ്ങനെ ഒരു ടെക്നീഷ്യൻ മരിച്ച ആ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോവിഷമം വലുതായത്. കാരണം അപ്പോൾ തന്നെ പക്ഷേ അതിന് ശേഷം സംഘാടകർ അത് ആനന്ദിക്കുകയായിരുന്നു. കാരണം ഒരു ടെക്നീഷ്യൻ ഇങ്ങനൊരു അപകടം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവർ 10:30 മണി വരെ പ്രോഗ്രാം നടത്തിയവിടെ. എനിക്കൊരു മോളുണ്ട്. മോളിപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് ബാധ്യത ഉണ്ടല്ലേ ഇതൊക്കെ? 10-30 ലക്ഷത്തിലധികം ബാധ്യതയുണ്ട്. ലിജു എന്ന് പറയുന്ന ആള് ഉള്ള സ്വർണങ്ങളൊക്കെ തട്ടിപ്പറക്കി ലോണും എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതിനായിട്ട് ഇറങ്ങിയത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഈ ഒരാളുടെ പ്രതീക്ഷ ഉള്ളായിരുന്നു. അപ്പോൾ ആ ആൾ മരണപ്പെടുകയും ചെയ്തു. അവർക്കാണ് കറക്റ്റ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. എന്തുകൊണ്ട് ആ വീട്ടിൽ കൊടുക്കുന്നില്ല? നിങ്ങളെല്ലാവരും കൂടെ പിരിവ് നടത്തിയല്ലേ കൊടുക്കാനുള്ളത്. ഈ സംഘാടകരെല്ലാവരും കൂടെ കൊണ്ടുവന്ന് കൊടുക്കണം. നിങ്ങൾ ആ സെറ്റിൽ ആ ചെളിയിൽ കിടന്ന് ഇതേ കണക്ക് വെള്ളത്തിൽ വയറൊക്കെ കടുപ്പിച്ച് അതിൻ്റെ മധ്യത്തൂടെയൊക്കെ പോയിട്ടല്ലേ ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഒരുപാട് പേര് മരിച്ചനായിരുന്നല്ല. അപ്പോൾ ആ കുടുംബക്കാർക്കാണ് കൊടുക്കാനുള്ളത്. അവർ പറയുന്നത് 10-30-35 ലക്ഷം രൂപ വരെ അവർക്ക് കടമുണ്ട്, ലോണും കാര്യങ്ങളും എല്ലാം ഇരിക്കണം. ആ പെണ്ണ് പറയുന്നുണ്ട്. വയലിലായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ ലിജു എന്ന് പറഞ്ഞ പയ്യൻ അവിടെ വർക്ക് എടുക്കാൻ പോവില്ലായിരുന്നു. പക്ഷേ വയലിലാണെന്ന് പറഞ്ഞില്ല എന്നാണ് പറയണത്. സാധനം കൊണ്ട് ഇറക്കിയപ്പോഴാണ് അറിയണത് വയലിലാണ്. പരിപാടി നടത്തിയ ആൾക്കാരൊന്നും ഒന്നും കൊണ്ട് കൊടുത്തില്ല. അവരാരും ഒന്നും കൊടുത്തില്ല. ആ സ്ത്രീ പറയുന്നുണ്ട്, എനിക്കൊരു മോളുണ്ട്, പിന്നെ അതുപോലെ കടങ്ങളുണ്ട്, ലോണാണ് 10-30 ലക്ഷം 35 ലക്ഷം രൂപ വരെ കടമുണ്ടെന്ന് പറയണ്. ഈ ഒരു ആശ്രയത്തിലായിരുന്നു അവർ കഴിഞ്ഞു പോയത്. എൻ്റെ ചേട്ടൻ മരിച്ചുപോയി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വന്ന് നിന്നിട്ടുണ്ട്, നിങ്ങളെ സാധനങ്ങളിൽ ചെളി വന്ന് വീണ് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ തെറ്റുകാർ? നിങ്ങളല്ലേ ഈ പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കാതിരുന്നത്? ഈ ഒരു പയ്യൻ മരിച്ചതിന് ശേഷം അത് മൂടി വെച്ചിട്ട് നിങ്ങളല്ലേ അത് ഈ പ്രോഗ്രാം നടത്താനായിട്ടിരുന്നത്? പിന്നെ എന്തിനാണ് അവിടെ നിങ്ങളെ സാധനങ്ങൾ അവിടെ കൊണ്ട് ഇറക്കിയാൽ ചെളി തെറിച്ചെന്ന് പറയണത്? ചെന്നിട്ട് ഒരു വക ഒന്നും കൊടുക്കാമെന്ന് പോലും പറഞ്ഞില്ലെന്ന്. എല്ലാവരും കൂടെ പിരിവ് നടത്തി അവർക്കാണ് കൊടുക്കാനുള്ളത്. അവരെ കടങ്ങളാണ് തീർത്തു കൊടുക്കാനുള്ളത്. സംഘാടകരെ തെറ്റ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്തായാലും കുറച്ചൊക്കെ മരണത്തിൽ നിന്ന് ഒഴിവായി, അല്ലെങ്കിൽ എല്ലാം തീർന്നനെയായിരുന്നു.